ഒരൊറ്റ പാത്രവും 20 മിനിറ്റും ഉണ്ടെങ്കിൽ ഈ ഒരു അടിപൊളി പലഹാരം റെഡിയാക്കി എടുക്കാം. ഇത് നമുക്ക് പുഡിങ് പോലെ തണുപ്പിച്ചിട്ടും കഴിക്കാം, ചൂടോടുകൂടെയും കഴിക്കാം കേട്ടോ. എങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഏതാ നിങ്ങൾക്കിഷ്ടം ആ രീതിയിൽ കഴിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പം 4 മുട്ട എടുത്തിട്ടുണ്ട്. നമ്മളിത് ബേക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതിലാണോ ബേക്ക് ചെയ്തെടുക്കുന്നത് ആ ഒരു മോൾഡിലേക്ക് തന്നെ ഈ 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കമ്പൈൻ ആക്കി എടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് പഞ്ചസാരയൊക്കെ മെൽട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 5 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ. അത് ഇതുപോലെ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിച്ചിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മുട്ടയുടെ ടേസ്റ്റ് അങ്ങനെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ഈ ഒരു സമയത്ത് ആദ്യം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ അതാ ഈ ബ്രെഡും ഇതുപോലെ പിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും മുട്ടയുടെ മിക്സിൽ ഡിപ്പായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് നട്ട്സൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ. അതും കൂടി ഉണ്ടാകുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇതുപോലെ അങ്ങ് ബേക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇത് നമുക്ക് ഓവനിലും ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ കേക്കൊക്കെ ചെയ്യുന്ന പോലെ ഒരു പാനിൽ ഇറക്കി വെച്ചിട്ട് അങ്ങനെയും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു പാന് നന്നായിട്ട് പ്രീ ഹീറ്റ് ആക്കിയതിന് ശേഷം അങ്ങനെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നട്ട്സ് ചേർത്തിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആക്കി എടുത്തിട്ടുള്ള ഓവനിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതിട്ടോ. അത് ബേക്കായി വരുന്ന സമയത്ത് ഇതങ്ങ് പൊങ്ങി വരും കേട്ടോ. പിന്നെ അത് തണുക്കുന്ന സമയത്ത് ഇതാ അതുപോലെ അങ്ങ് താഴ്ന്നു പോകും. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ ചൂടുണ്ട് കേട്ടോ. എന്നാലും ആ ഒരു ചെറിയ ചൂടിൽ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്, തണുപ്പിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഇഷ്ടം ആ രീതിയിൽ ചെയ്യാം. നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ സൽക്കാരങ്ങളിലൊക്കെ പുഡിങ് രീതിയിലും നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്